2013 അമേരിക്കയിലെ കണക്റ്റിക്കട്ട് കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥികൾ ഒരു അത്ഭുതപ്പെടുത്തുന്ന കണ്ടെത്തൽ നടത്തി. ചില പരീക്ഷണങ്ങൾക്കായി അവർ കൊണ്ടുവന്ന വെളുത്ത എലികൾക്ക് സ്ഥിരമായി അവർ ഒരു ബിസ്ക്കറ്റ് ഭക്ഷിക്കാൻ നൽകി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബിസ്ക്കറ്റിന് പകരം അവർ റൈസ് കേക്കും എലികൾക്ക് ഭക്ഷിക്കാൻ നൽകി. എന്നാൽ എലികൾ അത് തൊട്ടു നോക്കിയത് പോലുമില്ല. പിറ്റേ ദിവസം വീണ്ടും എലികൾക്ക് അവർ ആ ബിസ്ക്കറ്റ് തന്നെ ഭക്ഷിക്കാൻ നൽകി. അവർ കണ്ടത് ആർത്തിയോടുകൂടി ആ ബിസ്ക്കറ്റ് കഴിക്കുന്ന എലികളെയായിരുന്നു. ഒരു തരത്തിൽ ആ എലികൾ ബിസ്ക്കറ്റിന് അടിമപ്പെട്ടതുപോലെ. അതുകൊണ്ട് തന്നെ എലികളുടെ തലച്ചോറൊന്ന് നിരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അതിലൂടെ അവർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. ആ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ എലികളുടെ തലച്ചോറിലെ പ്രഷർ സെന്ററിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് ഏതാണ്ട് ഉപയോഗിക്കുന്നത് പോലെയായിരുന്നു. അത്രയ്ക്കും അഡിക്റ്റഡ് ആയി പോയിരുന്നു ആ എലികൾ ദിവസങ്ങൾ കൊണ്ട് ആ ബിസ്ക്കറ്റിനുണ്ട്. ആ ബിസ്ക്കറ്റ് ഏതാണ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ്. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഡെവിൾസ് കുക്കീസ്, അങ്ങനെ ഒരു പേര് കൂടിയുണ്ട് ഓറിയോ ബിസ്ക്കറ്റിന്. ചെകുത്താൻ്റെ ബിസ്ക്കറ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആ ബിസ്ക്കറ്റിന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര്? ആ പേരിൻ്റെ കാരണം അറിയണമെങ്കിൽ ആ ബിസ്ക്കറ്റ് ഒന്ന് അടുത്തു പിടിച്ച് നോക്കിയാൽ മതി. വ്യത്യസ്തമായ ചില ചിഹ്നങ്ങളും അടയാളങ്ങളും ബിസ്ക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കറുത്ത നിറത്തിൽ ഇങ്ങനെ ചില ചിഹ്നങ്ങൾ അർത്ഥമാക്കുന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ഓറിയോ എന്ന പേരിന് ചുറ്റുമുള്ള നീണ്ട വട്ടത്തോട് ചേർന്ന മുകളിൽ 2 വരകളുള്ള ഒരു കുരിശ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വെറുമൊരു ഡിസൈൻ അല്ലേ എന്ന് കരുതാൻ വരട്ടെ. ആ ചിഹ്നത്തെ വിശദീകരിക്കുന്നത് ലെവിയാത്തൻ ക്രോസ് എന്ന ചിഹ്നമായിട്ടാണ്. എന്താണ് ഈ ലെവിയാത്തൻ ക്രോസ്? അതിന് സാത്തനിക് ക്രോസ് എന്നും പേരുണ്ടായിരുന്നു. കാലങ്ങൾക്ക് മുമ്പ് പല ലോഹങ്ങളും അറിയപ്പെട്ടിരുന്നത് വ്യത്യസ്തമായ ചിഹ്നങ്ങളിലൂടെയായിരുന്നു. അതിനെ ആൽക്കെമിക്കൽ സിംബൽസ് എന്നാണ് വിളിച്ചിരുന്നത്. ബ്ലാക്ക് സൾഫറിൻ്റെ ആൽക്കെമിക്കൽ സിംബലായിരുന്നു ലെവിയാത്തൻ ക്രോസ്. ബ്ലാക്ക് സൾഫർ പലപ്പോഴും ബ്ലാക്ക് മാജിക്കിനായി ഉപയോഗിച്ചിരുന്നു. ബ്ലാക്ക് സൾഫർ സാത്താന്റെ രക്തമായും കണക്കാക്കിയിരുന്നു അത്രേ. ഒരു കറുത്ത ബിസ്ക്കറ്റിൽ അത്തരത്തിലൊരു ചിഹ്നം അങ്ങനെ വെറുതെ ആരും ചേർക്കില്ലല്ലോ. തീർന്നിട്ടില്ല. ആ ചിഹ്നത്തിന് ചുറ്റും ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ചെറിയ ചില ക്രോസുകൾ കാണാൻ കഴിയും. അത് ക്രോസ് അല്ല, അത് 4 ത്രികോണങ്ങൾ നേർക്കുനേർ നിൽക്കുന്നതാണ്. അതിൻ്റെ ഇടയിലുള്ള ഭാഗം ഒരു ക്രോസായി നമുക്ക് തോന്നുന്നതാണ്. ഈ ചിഹ്നം നൈറ്റ് ടെംപ്ലേഴ്സ് എന്ന രഹസ്യ സംഘടനയുടെ റെഡ് ക്രോസ് ആയാണ് കണക്കാക്കുന്നത്. ഒരു കാലത്ത് ഈ സംഘടന മുസ്ലിം വംശജരെയും ജൂതന്മാരെയും കൂട്ടക്കൊല നടത്തിയിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്രോസ് ചിഹ്നം യുദ്ധത്തെയും കൂട്ടക്കുരുതിയെയുമാണ് അർത്ഥമാക്കുന്നത് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. അങ്ങനെ എവിടെയോ ഒരു ക്രോസ് കണ്ടാൽ അതിന് ഇങ്ങനെ ഒരു അർത്ഥം എന്തിനാണ് നമ്മൾ കണക്കാക്കുന്നത്? എത്ര ക്രോസുകൾ നമ്മൾ ദിവസേന കാണുന്നുണ്ട്. ശരിയാണ്, അങ്ങനെ ഒരു ക്രോസ് അവിടെ വന്നു എന്നതുകൊണ്ട് ഇങ്ങനൊരു വിശദീകരണത്തിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ചരിത്രത്തിൽ നടന്ന ചില വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഇങ്ങനൊരു വിശദീകരണത്തിൻ്റെ സാധ്യത നമുക്ക് മനസ്സിലാകും. കോഷർ സർട്ടിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനാണ് കോഷർ സർട്ടിഫിക്കേഷൻ. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ഇത് പ്രധാനമാണ്. ഏതാണ്ട് ഇവിടെ ഹലാൽ എന്നൊക്കെ പറയുന്നത് പോലെ ജൂയിഷ് ബിബ്ലിക്കൽ പ്രിസെപ്റ്റ്സ്, അതായത് ജൂതന്മാരുടെ ബൈബിളിലെ പ്രമാണങ്ങളിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്രൊഡക്ട്സിന് മാത്രം നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ. അമേരിക്കയുടെ ഒട്ടുമിക്ക ഫുഡ് പ്രോഡക്ട്സും കോഷർ സർട്ടിഫിക്കേഷൻ നേടിയപ്പോഴും ഓറിയോ അത് നേടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? ഓറിയോയുടെ 2 ചോക്ലേറ്റ് ബിസ്ക്കറ്റിനിടയിലുള്ള ആ മിൽക്കി ക്രീം ഉണ്ടല്ലോ, അതിനുള്ളിൽ പന്നിയുടെ നെയ്യ് അടങ്ങിയിട്ടുണ്ടായിരുന്നത്രേ. ജൂതമത വിശ്വാസികളുടെയും ഇസ്ലാം മതവിശ്വാസികളുടെയും താല്പര്യത്തിനെതിരായുള്ള ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റിന് മുകളിൽ നൈറ്റ് ടെംപ്ലേഴ്സ് പോലുള്ള ഒരു രഹസ്യ സംഘടനയുടെ ചിഹ്നം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പിന്നിലുള്ള കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? പ്രതിവർഷം 40 ബില്യണിൽ കൂടുതൽ ഓറിയോ ബിസ്ക്കറ്റുകളാണ് വിപണിയിലേക്ക് ഇറങ്ങുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബിസ്ക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ഓറിയോ ബിസ്ക്കറ്റ്. ആ പ്രശസ്തിക്ക് പിന്നിലും അതിനു മുകളിൽ പതിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾക്ക് പങ്കുണ്ടായിരിക്കുമോ? ഓറിയോ ബിസ്ക്കറ്റിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1890-ലാണ്. ഒരു അസുഖത്തിലൂടെയാണ് ഓറിയോ ബിസ്ക്കറ്റ് ജനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.
അമേരിക്കയിലെ മിസോറിയിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ലൂസ് ബ്രദേഴ്സ് എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ജേക്കബ് ലൂസും ജോസഫ് ലൂസും. അവർ രണ്ടുപേരും ഒരു ബേക്കറി നടത്തി പോരുകയായിരുന്നു. ആ കാലങ്ങളിൽ ജ്യേഷ്ഠനായ ജേക്കബിന് എന്തോ ഒരു അസുഖം ബാധിച്ചിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ യാതൊരുവിധ കുറവും കാണാത്തത് കൊണ്ട് തന്നെ കൂടുതൽ പരിശോധനയ്ക്കായി അദ്ദേഹം യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായ അദ്ദേഹം തിരികെ വന്ന ജേക്കബ് കാണുന്നത് ജോസഫിന്റെ പടർന്നു പന്തലിച്ച ഒരു വലിയ ബിസിനസ് ആയിരുന്നു. ആ കാലങ്ങളിൽ ജോസഫ് ബിസ്ക്കറ്റ് നിർമ്മാണങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ആ കമ്പനിയുടെ പേര് നാഷണൽ ബിസ്ക്കറ്റ് കമ്പനി എന്നായിരുന്നു. എന്നാൽ അനുജന്റെ വളർച്ച ജ്യേഷ്ഠന് അത്ര പിടിച്ചില്ല. ജോസഫിന്റെ ബിസിനസ്സിൽ പങ്കുചേരാൻ ജേക്കബിന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോസഫിന്റെ ബിസിനസ്സിനെതിരെ മറ്റൊരു ബിസിനസ് തുടങ്ങാൻ ജേക്കബ് തീരുമാനിച്ചു. മറ്റൊരു പാർട്ട്ണറോടൊപ്പം ജേക്കബ് വെയിൽസ് കമ്പനി എന്ന ബിസ്ക്കറ്റ് കമ്പനി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ 2ാമത്തെ ബിസിനസ് കമ്പനിയായി ജേക്കബ് വെയിൽസ് കമ്പനി മാറുകയായിരുന്നു. 1ാമത്തെ കമ്പനി നബിസ്കോ എന്നറിയപ്പെട്ട ജോസഫിന്റെ നാഷണൽ ബിസ്ക്കറ്റ് കമ്പനി. വർഷങ്ങളോളം അവരുടെ മേഖലകളിൽ ആ ജ്യേഷ്ഠനും അനുജനും യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. 1908 ജേക്കബ് വെയിൽസ് കമ്പനി വ്യത്യസ്തമായൊരു പ്രോഡക്റ്റ് വിപണിയിലേക്ക് കൊണ്ടുവന്നു. അതിനെ അവർ വിളിച്ചത് ഹൈഡ്രോക്സ് സാൻഡ്വിച്ച് കുക്കീസ് എന്നായിരുന്നു. അതായത് 2 ചോക്ലേറ്റ് ബിസ്ക്കറ്റുകൾ തിരിച്ചും മറിച്ചും വെച്ച് അതിനുള്ളിൽ മിൽക്ക് ക്രീം ഫില്ലിങ്ങുമായി. അത് നബിസ്കോയ്ക്ക് ഒരു വലിയ അടിയായി മാറി. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് കാഴ്ചയിൽ ഹൈഡ്രോക്സ് സാൻഡ്വിച്ച് കുക്കീസിനെ പോലെ തന്നെ നബിസ്കോ ഒരു ബിസ്ക്കറ്റ് വിപണിയിലേക്ക് കൊണ്ടുവന്നു. ചോക്ലേറ്റ് കുക്കീസ് തിരിച്ചും മറിച്ചും വെച്ച് ഉള്ളിൽ മിൽക്ക് ക്രീം ഫില്ലിങ്ങുമായി. അതിനവർ നൽകിയ പേര് ഓറിയോ എന്നായിരുന്നു. എന്നാൽ ഡിസൈനിലും നിറത്തിലും ഇൻഗ്രീഡിയൻസിലും ഒന്നും വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ ഓറിയോ ബിസ്ക്കറ്റിന് ഹൈഡ്രോക്സ് സാൻഡ്വിച്ച് ബിസ്ക്കറ്റിന്റെ അപരൻ എന്ന പേരിൽ തന്നെ ഒതുങ്ങാനായിരുന്നു വിധി. ഓറിയോ എന്ന പേര് പോലും ഓറിയോ ഡാഫ്നി എന്ന പൂവിന്റെ പേരിൽ നിന്നും എടുത്തതാണ്. ഏറ്റവും രസം, ഇതേ പൂവാണ് ഹൈഡ്രോക്സ് സാൻഡ്വിച്ച് കുക്കീസിന് മുകളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഒരുപക്ഷെ ഇത്രയും നാണം കെട്ട ഒരു ബിസ്ക്കറ്റ് കമ്പനി വേറെ ഉണ്ടാവില്ല. ആലോചിക്കണം, അമേരിക്കയിലെ അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തമായ ബിസ്ക്കറ്റ് കമ്പനിയാണ് ഇത്തരത്തിലൊരു മോഷണത്തിന് പിന്നിൽ എന്ന്. എന്നിരുന്നാലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 2 പ്രോഡക്റ്റും ഇന്നും വിപണിയിലുണ്ട്. എന്നാൽ ഹൈഡ്രോക്സ് എന്ന പ്രോഡക്റ്റിനെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പോട്ടെ, കേട്ടിട്ടുണ്ടോ? മറ്റൊരു പ്രോഡക്റ്റിനെ അടിമുടി കോപ്പി അടിച്ചിട്ട് അത് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ഇന്നും ദ ബെസ്റ്റ് കുക്കി എന്ന പേരിൽ ഓറിയോ നിലനിൽക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും? ഈ പറയുന്ന കോൺസ്പിറസികളിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമോ? അങ്ങനെയുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ഓറിയോ എന്ന ബ്രാൻഡ് മറ്റു ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ജേക്കബ് വെയിൽസ് കമ്പനി അവരുടെ പ്രോഡക്റ്റിന് ഹൈഡ്രോക്സ് എന്ന് പേരിട്ടതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഹൈഡ്രജനിൽ നിന്നും ഓക്സിജനിൽ നിന്നുമാണ് അവരങ്ങനെ ഒരു പേര് കണ്ടെത്തിയത്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമാണ് എന്ന് നമുക്കറിയാം. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മിക്ക കുക്കീസിലും ഒരു പരിധിയിൽ കൂടുതൽ കെമിക്കലുകൾ ഉപയോഗിച്ചിരുന്നതായി അവർ പറയുന്നു. അതിൽ നിന്നും വ്യത്യസ്തരാണ് തങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നത്രേ അവർ ഹൈഡ്രോക്സ് എന്നൊരു പേര് ഉപയോഗിച്ചത്. എന്നിരുന്നാലും നബിസ്കോയുടെ ഓറിയോയെ നേരിടാൻ അവർക്ക് സാധിച്ചില്ല. അതിന് പിന്നിൽ ഓറിയോയുടെ സാത്താൻ സേവയാണ് എന്ന് വിശ്വസിക്കുന്നവർ നമുക്ക് ചുറ്റിലും കൂടുതലാണ്. അങ്ങനെ ഓറിയോയുടെ പ്രശസ്തിക്ക് പിന്നിൽ സാത്താന് എന്തെങ്കിലും പങ്കുണ്ടായിരിക്കും. അപ്രതീക്ഷിതമായ വിജയങ്ങളിൽ ദൈവം പങ്കുചേരുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെയും ചിലർക്ക് പങ്കുണ്ട്. അത് സാത്താനല്ല, മറിച്ച് പരസ്യത്തിനാണ്. ജേക്കബ് വെയിൽസിന്റെ ഹൈഡ്രോക്സ് എന്ന പ്രോഡക്റ്റ് പുറത്തു വന്നതോടുകൂടി നബിസ്കോ ഒന്ന് പിന്നോട്ടേക്ക് വീണു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ കൃത്യമായ ചില ചുവടുവെപ്പുകളോടുകൂടി അവർ അത് പരിഹരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മോഷണത്തിലൂടെ ആയാലും കൃത്യമായ ഒരു കോമ്പറ്റീഷനാണ് നബിസ്കോ നടത്തിയത്. എന്നാൽ അതോടെ അത് അവസാനിച്ചില്ല. സാൻഡ്വിച്ച് കുക്കീസിൽ വ്യത്യസ്തമായ ഫ്ലേവറുകൾ ആദ്യം കൊണ്ടുവരുന്നത് ഓറിയോ ആയിരുന്നു. അവരുടെ പരസ്യങ്ങളിൽ അവർ കുട്ടികളെ കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നു. ഓറിയോ എന്ന പേര് ഹൈഡ്രോക്സ് എന്ന പേരിനേക്കാൾ കുട്ടികളിലേക്ക് വന്നെത്തിയതും ഒരു കാരണമായി. ഡിസൈനിലായാലും ശരി, രുചിയിലായാലും ശരി, ഹൈഡ്രോക്സിനേക്കാൾ മുൻപന്തിയിൽ തന്നെയായിരുന്നു ഓറിയോയുടെ സ്ഥാനം. 1997 അവർ കോഷ സർട്ടിഫിക്കേഷൻ നേടിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓറിയോയിൽ നമുക്ക് സാത്താൻ കുരിശും നൈറ്റ് ടെംപ്ലേഴ്സിന്റെ ക്രോസും കാണാൻ സാധിക്കുന്നത്? അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. നമുക്ക് ഓറിയോ ബിസ്ക്കറ്റിനെ ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കാം.
എല്ലാവരും പറയുന്നത് പോലെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലെവിയാതൻ ക്രോസ് അല്ല, മറിച്ച് നീളത്തിലുള്ള ഒരു ഓവൽ ചിഹ്നത്തിന് മുകളിൽ 2 വരകളുള്ള ഒരു കുരിശാണ്. ആ ചിഹ്നം അറിയപ്പെടുന്നത് ക്രോസ് ഓഫ് ലൊറൈൻ എന്ന പേരിലാണ്. കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നബിസ്കോ ലോഗോയിലും ഇതേ ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കും. നബിസ്കോ എന്ന ടൈപ്പോയുടെ ചുറ്റും കാണുന്ന ഈ ഒരു ക്രോസ് ഓഫ് ലോറൈൻ ചിഹ്നം അർത്ഥമാക്കുന്നത് ക്വാളിറ്റിയും വിക്ടറിയുമാണ്. യൂറോപ്പിൽ ഈ ഒരു ചിഹ്നം ശുദ്ധമായതിനെ സൂചിപ്പിക്കുന്നു. ഇനി നൈറ്റ് ടെംപ്ലേഴ്സിന്റെ ക്രോസ്, യഥാർത്ഥത്തിൽ ആ ചിഹ്നം ഒരു ക്രോസ് അല്ല എന്നും അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു 4 ലീഫ് ക്ലോവർ ആണ് എന്നുമാണ് അതിൻ്റെ ഡിസൈനർ തന്നെ പുറത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാഗ്യത്തിനെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആരായിരിക്കും ഇത്തരം ചിഹ്നങ്ങൾ കണ്ടെത്തിയതും ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ പരത്തിയതും എന്ന്. 2014 ഇങ്ങനെയൊരു കോൺസ്പിറസി പുറത്തിറങ്ങുന്നത്, അതും റെഡിറ്റിലൂടെ. റെഡിറ്റിലെ ഒരു ജൂയിഷ് യൂസറാണ് ബാൻ ഓറിയോ എന്ന പേരിൽ ഇങ്ങനൊരു വിശദീകരണം ആദ്യമായി ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രശ്നമുണ്ട്, പാരൈഡോലിയ. അതായത് മറ്റൊരാൾ ഒരു വിഷയം കണ്ട് നമ്മളോടൊന്ന് വിശദീകരിച്ചാൽ, ഒന്ന് ശ്രമിച്ചാൽ നമുക്കും അതേ വിഷയം കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ. ആ ഒരു പ്രോഡക്റ്റിന് അങ്ങനെ ഒരു ഡാർക്ക് ഹിസ്റ്ററി കൂടി ഉണ്ടെങ്കിൽ നമ്മളത് വിശ്വസിച്ച് പോവുകയും ചെയ്യും. എന്നിരുന്നാലും ഓറിയോയെ വെള്ള പൂശാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞ ആ എലികളുടെ കഥ അത് വെറും കെട്ടുകഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച, യഥാർത്ഥത്തിൽ കണ്ടെത്തിയ വിഷയങ്ങളാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഓറിയോ എന്ന ചെല്ലപ്പേരിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ചതിയനെ നമുക്ക് കാണാൻ സാധിക്കും. ഓറിയോ സാൻഡ്വിച്ച് കുക്കീസിന്റെ മുകളിലും താഴെയുമുള്ള ആ ചോക്ലേറ്റ് ബിസ്ക്കറ്റുകളുണ്ടല്ലോ, അതിനിടയിലുള്ള ആ മിൽക്കി ക്രീം, ആ വെളുത്ത നിറത്തെ കണ്ണടച്ച് വിശ്വസിക്കില്ലേ. അതിനെ എങ്ങനെ പരിശോധിച്ചാലും നിങ്ങൾക്ക് അതിനുള്ളിൽ ഒരു ഡയറി പ്രോഡക്റ്റിന്റെ അംശം പോലും കാണാൻ സാധിക്കില്ല. അതിലാകെ അടങ്ങിയിരിക്കുന്നത് പഞ്ചസാരയും പാം ഓയിലും മാത്രമാണ്. ഇനി ഇതിന് മധുരം നൽകുന്ന പഞ്ചസാര, അതിനെ പഞ്ചസാര എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം അതിനെ വിളിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നാണ്, ഒരുപാട് റിഫൈൻ ചെയ്ത പഞ്ചസാര. കാരണം യഥാർത്ഥ പഞ്ചസാര എത്രയൊക്കെ പൊടിച്ചാലും അതിനെ തരിതരിയായി കാണുമെന്നതുകൊണ്ട് ഇവിടെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉപയോഗിക്കുന്നു. പറയുമ്പോൾ ഇതൊരു ചെറിയ വിഷയമാണ്, ഇതിൽ ന്യൂട്രീഷൻ വാല്യൂ ഒന്നും തന്നെയില്ല. എന്നാൽ ഇതുകൊണ്ടുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ. ഇത് കാരണം പൊണ്ണത്തടിയും ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു വലിയ ഇടവേളയിൽ 1-2 കഴിച്ചു എന്നതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായി ഞാൻ പറയുന്നില്ല. പക്ഷേ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ഏതൊരു ഭക്ഷണ പദാർത്ഥവും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഠനങ്ങളിലൂടെ പറയുന്നത് 100 ഗ്രാം ഓറിയോ ബിസ്ക്കറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും 2 ഗ്രാമിൽ താഴെ പ്രോട്ടീൻ മാത്രമാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു ചെല്ലുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ